നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് ടാക്ടിക്സിലേക്ക് സ്വാഗതം. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ടെസ്റ്റ് പരമ്പരയ്ക്ക് നാളെ തുടക്കമാവുകയാണ്. കൊൽക്കത്തയിലെ ഐക്കോണിക്കായ ഈഡൻ ഗാർഡൻസിലാണ് മത്സരം. നമ്മളതിൻ്റെ പ്രവചനങ്ങളിലേക്കും ഒപ്പം തന്നെ പ്രതീക്ഷയിലേക്കുമാണ് കടക്കുന്നത്. നമുക്കിപ്പം ഹാരിസ് നെന്മാറയുണ്ട്, ഒപ്പം തന്നെ MSK. ഹാരിസ്, വലിയ പ്രതീക്ഷയോടെ നാട്ടിൽ ഒരു ടെസ്റ്റ് മത്സരം വീണ്ടും തുടങ്ങുകയാണ്. ഇപ്പോൾ ഗില്ലിനെ സംബന്ധിച്ചിടത്തോളം ഇംഗ്ലണ്ടിലായിരുന്നു അദ്ദേഹത്തിൻ്റെ അരങ്ങേറ്റം. അത് 2-2 സമനിലയിലാക്കി. പിന്നീട് നാട്ടിൽ വെസ്റ്റ് ഇൻഡീസിനെതിരായ ടെസ്റ്റ് പരമ്പര, അതിലും വിജയിച്ച് പിന്നീടാണ് കുറച്ചും കൂടി കരുത്തരായ ദക്ഷിണാഫ്രിക്ക വരുന്നു. ദക്ഷിണാഫ്രിക്കയിൽ കൂടുതൽ പുതുമുഖങ്ങളാണെങ്കിൽ കൂടിയിട്ടും ഒരു ടൈറ്റായിട്ടൊരു മാച്ച് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ നാളത്തെ മത്സരത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതകളിലൊന്ന്, ഒരു അപൂർവതയുണ്ട് നാളത്തെ മത്സരത്തിന്. അതായത് 3 വിക്കറ്റ് കീപ്പർമാർ ഇന്ത്യക്ക് വേണ്ടി കളിക്കുന്ന ആദ്യത്തെ ടെസ്റ്റ് മത്സരമായിരിക്കും ഒരുപക്ഷെ നാളത്തേത്. കാരണം നമുക്കറിയാം, ഋഷഭ് പന്ത് പരിക്കിനെ തുടർന്ന് വിശ്രമത്തിലായിരുന്നു. അദ്ദേഹം തിരിച്ചെത്തി. KL രാഹുൽ അവിടെ ഓപ്പണിംഗ് സ്ലോട്ടിൽ ഓൾറെഡി ഉണ്ട്. ധ്രുവ് ജുറേൽ മികച്ച ഫോമിലാണ് അദ്ദേഹം കളിക്കുന്നത്. അപ്പോൾ ജുറേലിനെയും ഒഴിവാക്കില്ല എന്ന് കൃത്യമായിട്ട് സഹപരിശീലകൻ റിയാൻ ടെൻഡോഷ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കി കഴിഞ്ഞു. അപ്പോൾ നിതീഷ് കുമാർ റെഡ്ഡിയാണ് മാറ്റിയത്. റെഡ്ഡിയെ ഏകദിനത്തിന് വേണ്ടി ദക്ഷിണാഫ്രിക്ക ടീമിനെതിരായ ഇന്ത്യ ടീമിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ജുറേലും രാഹുലും പന്തും കളിക്കുന്ന 3 വിക്കറ്റ് കീപ്പർമാർ കളിക്കുന്ന ഒരു അപൂർവത നാളത്തെ ടെസ്റ്റ് ഉണ്ടാവും എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയൊരു കൗതുകം. ഇനി മത്സരത്തിലേക്ക് വരികയാണെങ്കിൽ എങ്ങനെയാണ് കണ്ടീഷൻസ്, ഒപ്പം തന്നെ പ്രതീക്ഷകളൊക്കെ പങ്കുവയ്ക്കുന്നത്? എനിക്കൊന്ന് ഇന്ത്യൻ ക്രിക്കറ്റ് ഒരു ടെസ്റ്റിലൊരു ട്രാൻസിഷൻ പീരീഡിലാണല്ലോ ശുഭ്മാൻ ഗില്ലിൻ്റെ കീഴിൽ. അപ്പോൾ അത് ഇംഗ്ലീഷ് സീരീസിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. അവിടെ നമ്മൾ വലിയൊരു കംബാക്ക് കണ്ടു. പിന്നെ നമ്മൾ വിൻഡീസിനെതിരെയാണ്. അത് നമുക്ക് വലിയ വെല്ലുവിളികളൊന്നും ഇല്ലാതെ പരമ്പര നമ്മൾ തൂത്തുവാരി. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് സൈക്കിളിലെ ഏറ്റവും നിർണായകമായ പോരാട്ടം ചിലപ്പോൾ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായിരിക്കും. കാരണം അവർ നിലവിലെ ചാമ്പ്യന്മാരാണ്. കുറേ കാലമായി അവർക്ക് ടെസ്റ്റ് ക്രിക്കറ്റിൽ ഒരു അപ്രമാദിത്വമുണ്ട്. ഒരു കഴിഞ്ഞൊരു 11 മത്സരങ്ങളിൽ 10ലും അവർ തോൽവി എന്താണ് എന്നറിഞ്ഞിട്ടില്ല. കഴിഞ്ഞ മാസമാണ് അവർ പാകിസ്ഥാനെതിരെ ഒരു അവരുടെ ചരിത്രത്തിലെ ഗ്രേറ്റസ്റ്റ് എവേ വിന്നൊക്കെ നേടുന്നത്. പൊതുവെ നമ്മൾ പറയാറുള്ളത് ദക്ഷിണാഫ്രിക്ക ഏഷ്യൻ കണ്ടീഷൻസിൽ, പ്രത്യേകിച്ച് ഇന്ത്യൻ കണ്ടീഷനിലൊക്കെ അവർ പല തവണയായിക്കൊണ്ട് പാളിപ്പോകും നമ്മൾ കണ്ടിട്ടുണ്ട്. അവർ 2019 അവസാനമായി അവർ ഇന്ത്യയിൽ കളിച്ചത്. അന്ന് നമ്മളവരെ പരാജയപ്പെടുത്തുന്നുണ്ട്. 2015 നമ്മളവരെ പരാജയപ്പെടുത്തുന്നുണ്ട്. അവസാനമായി ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയും ഇന്ത്യൻ മണ്ണിൽ വെച്ച് കളിച്ച് 7 മത്സരങ്ങളിൽ 6ലും ഇന്ത്യയാണ് ജയിച്ചിട്ടുള്ളത്. പൊതുവെ ഈ സ്പിന്നിനെ തുടക്കുന്ന പിച്ചുകൾ ഇതിൽ ദക്ഷിണാഫ്രിക്കൻ ബാറ്റർമാർ വല്ലാതെ പതറുന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ 2015 അവർ 3-0 പരമ്പര തോൽക്കുന്ന സമയത്ത് വീണ 71 വിക്കറ്റിൽ 61 വിക്കറ്റുകളും സ്പിന്നർമാരാണ് നേടിയത് എന്നുണ്ട്. അങ്ങനത്തെ വലിയ ചില കണക്കുകൾ അവർക്കെതിരെ ഉണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഇന്ത്യക്ക് ഇത് വല്ലാതെ അനുകൂലമാകുമെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം നമ്മളിതുപോലെ കിവീസിനെതിരെ സ്വന്തം മണ്ണിലൊരു വൈറ്റ് വാഷ് വാങ്ങിയ ടീമാണ്. നമ്മൾ റാങ്ക് ടേണർ പിച്ചൊരുക്കി, സ്പിന്നിന് അനുകൂലമാകുന്ന പിച്ചൊരുക്കി, ഇതൊക്കെ ചെയ്തിട്ട് അതേ കൊടിയിൽ നമ്മൾ വീടുന്നാണ് കണ്ടത്. അപ്പോൾ അതുപോലെ കേശവ മഹാരാജ്, അതെ, അതാണ് പറയാൻ വരുന്നത്. ഇപ്പോൾ കേശവ മഹാരാജിനെ പോലെ ഇപ്പം നിലവിൽ ലോക ക്രിക്കറ്റിൽ രവീന്ദ്ര ജഡേജയ്ക്ക് മുകളിലൊക്കെ നമുക്ക് വേണമെങ്കിൽ ആ പേരിന് വെക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഇന്ത്യക്ക് കുൽദീപ് യാദവ് ഉണ്ട്. എന്തായാലും 3 സ്പിന്നർമാരെ കൊണ്ടാണല്ലോ നമ്മൾ ഇറങ്ങാൻ പോകുന്നത്. വാഷിംഗ്ടൺ സുന്ദറിനെയും രവീന്ദ്ര ജഡേജയും കുൽദീപ് യാദവും കൊണ്ടാണ് നമ്മൾ ഇറങ്ങാൻ പോകുന്നത്. അതേപോലെ തന്നെ അവിടെ കേശവ മഹാരാജും അതുപോലെ തന്നെ മുത്തുസ്വാമി, അദ്ദേഹം ഒരു ഇന്ത്യക്കാർ, 2 ഇന്ത്യൻ വംശജരെ കൊണ്ടാണ് അവർ ഇറങ്ങാൻ പോകുന്നത്. അതുപോലെ തന്നെ ഹാമറും. ഈ മുത്തുസ്വാമി പാകിസ്ഥാനിൽ 6 വിക്കറ്റൊക്കെ എടുത്ത് ചില മത്സരങ്ങളിലൊക്കെ ഭയങ്കരമായിട്ട് ചില മിന്നലാട്ടങ്ങൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യൻ കണ്ടീഷനിൽ അവർ എങ്ങനെയാണ് കളിക്കേണ്ടത് എന്ന് സ്വാഭാവികമായിട്ട് അവർ പഠിക്കും. സമീപകാലത്തൊക്കെ അവർ നേരിട്ടിട്ടുള്ള പരാജയങ്ങളൊക്കെ അവർ മറന്നു കളയും. 2019 വടങ്ങിയിട്ടുള്ള തോൽവി മറന്നു കളയും. കാരണം ഒരു 5 വർഷത്തിൻ്റെ ഇടവേളയുണ്ടല്ലോ അതിനിടക്ക്. അതിനുശേഷം ദക്ഷിണാഫ്രിക്ക ആകെ മാറിയിട്ടുണ്ട്. ചോക്കേഴ്സ് എന്ന് വിളിച്ചിരുന്നവർ കഴിഞ്ഞ വർഷമാണ് ലോർഡ്സിൽ അവരുടെ ചരിത്രത്തിൽ ആദ്യത്തെ ICC ട്രോഫി നേടുന്നത്. ആ ടീമിലെ ഇന്ത്യൻ കണ്ടീഷൻസ് അറിയുന്ന ഒരുപടി താരങ്ങളുണ്ട്. പക്ഷേ ഇന്ത്യയിൽ ടെസ്റ്റ് കളിച്ച ഒരു 8ഓളം ഇപ്പോഴത്തെ ദക്ഷിണാഫ്രിക്കൻ നിലവിലെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ 8 താരങ്ങൾ ഇന്ത്യയിൽ ഇതുവരെ ഒരു ടെസ്റ്റ് മത്സരം കളിച്ചിട്ടില്ല എന്നൊന്നുണ്ട്. പക്ഷേ അതേസമയം തന്നെ അവരിലെ യുവതാരങ്ങൾ അടക്കമുള്ള താരങ്ങൾക്ക് ഇന്ത്യൻ കണ്ടീഷൻസ് അറിയാം. IPL കളിച്ച കുറേ മനുഷ്യരുണ്ട്. റിയാൻ റിക്കിൾട്ടൺ ഉണ്ട്, കോർബിൻ ബോഷ് ഉണ്ട്, ബ്രവിസ് ഉണ്ട്. ഇവരൊക്കെ ഈ ടീമിലുണ്ട് എന്നുള്ളതാണ്. ദക്ഷിണാഫ്രിക്കയെ സംബന്ധിച്ച് പുതുമുഖങ്ങൾ ഏറെയുള്ളൊരു ടീം. അവർ ഇന്ത്യൻ കണ്ടീഷൻസ് നന്നായി അറിയുന്ന കുറേ ആളുകളുള്ളൊരു ടീം. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളൊക്കെ ഉറ്റുനോക്കുന്ന വലിയൊരു പരമ്പരയാണ് ഇന്ത്യയിലെ സ്പിൻ കണ്ടീഷൻ. പ്രത്യേകിച്ച് ഈ കണ്ടീഷൻസിനെ കുറിച്ചൊക്കെ പറയുന്ന സമയത്ത് പൊതുവെ ഇന്ത്യയുടെ ഈ ഈഡൻ ഗാർഡൻ്റെ ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും
പിന്നെ പേസ് ഫ്രണ്ട്ലി ആയ ഒരു പിച്ചാണത്. പക്ഷേ ഒരു 3-ാം ദിവസം ആകുമ്പോഴേക്കൊക്കെ ആ പിച്ചിൻ്റെ സ്വഭാവം മാറി അത് പിന്നെ കുറച്ചുകൂടി സ്പിന്നിനെ അനുകൂലമായി കുറച്ചുകൂടി ടേൺ ചെയ്യുന്ന പിച്ചായി മാറുന്നു എന്ന രീതിയിലായിരുന്നു നമ്മൾ ഇതുവരെയുള്ള ഹിസ്റ്ററി ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ ടോസ് കിട്ടുന്ന പിന്നെ ടീം ബാറ്റിംഗ് തിരഞ്ഞെടുക്കും. എന്നിട്ട് അവരാദ്യം പിന്നെ സ്കോർ ചെയ്ത് അതിനുശേഷം പിന്നെ കണ്ടീഷൻസ് മാറുന്നതോടുകൂടി അനുകൂലമാകും, അതെ വല്ലാതെ അനുകൂലമായി പോകും എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും പിന്നെ ഇന്ത്യക്കാണ് എപ്പോഴും ഈ ഇന്ത്യൻ മണ്ണിലായതുകൊണ്ട് ഇന്ത്യൻ കണ്ടീഷനിലായതുകൊണ്ട് മേൽക്കൈ. പക്ഷെ അവിടെ നമുക്ക് പിന്നെ എടുത്തള്ളാൻ കഴിയാത്ത കുറേയധികം പേരുകളുണ്ട് എന്നുള്ളത് ഒരു റിയാലിറ്റിയാണ് എന്നുള്ളതാണ്. ഉറപ്പായിട്ടും MSK എങ്ങനെയാണ് ഒരു തരത്തിൽ ഈ ടോസിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നാളത്തെ ടോസിന് ഒരു പ്രത്യേകതയുണ്ട്. ടോസിന്റെ ഒരു ഭാഗം ഗാന്ധിജിയുടെ മുഖമായിരിക്കും, അപ്പുറത്തെ ഭാഗം നെൽസൺ മണ്ടേലയുടെ മുഖമായിരിക്കും. അതായത് ഇന്ത്യയുടെയും സൗത്ത് ആഫ്രിക്കയുടെയും നമ്മളൊക്കെ ഓർമ്മിക്കുന്ന മഹാന്മാരായ, അപ്പോൾ ഇവരുടെ രണ്ടുപേരുടെയും മുഖമായിരിക്കും ഈ ടോസിന് ഉപയോഗിക്കുക. അപ്പോൾ അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. പിന്നെ ഈഡനിലാണ് നടക്കുന്നത്. 6 വർഷത്തിന് ശേഷമാണ് ഈഡൻ ഗാർഡൻസിലൊരു ക്രിക്കറ്റ് മത്സരം നടക്കുന്നത്. അപ്പം അതിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്. കാരണം ഈഡനിൽ ഇപ്പോൾ ഹാരിസ് പറഞ്ഞതുപോലെ ഈഡനിൽ ഒരുപാട് ഹിസ്റ്ററി ഉള്ളൊരു, അതായത് ഒരു 4th ഡേ അല്ലെങ്കിൽ 5th ഡേ തൊട്ടിട്ട് സ്പിന്നിന് അനുകൂലിക്കുന്ന പിച്ചുകളാണ് നമ്മൾ തന്നെ കണ്ടിട്ടുണ്ട്. അതായത് VVS ലക്ഷ്മൺ, രാഹുൽ ദ്രാവിഡ്, ചരിത്രമായ കൂട്ടുകെട്ട്. VVS ലക്ഷ്മൺ 281 എടുത്ത ആ ഒരു മത്സരം ഫോളോ ഓൺ ചെയ്യപ്പെട്ടതിന് ശേഷം പിന്നീട് തിരിച്ചു വന്ന് അതിനുശേഷം ലാസ്റ്റ് ഹർഭജൻ സിംഗിന്റെ ബോളിംഗും കൊണ്ട് ഇന്ത്യ ഓസ്ട്രേലിയയെ തകർത്ത് 2001 മൈറ്റി ഓസീസ്, സ്റ്റീവ് വേർഡ് ഓസീസിനെ തകർത്തത് ഇതേ ഈഡൻ ഗാർഡൻസിൽ വെച്ചാണ്. ഈഡൻ ഗാർഡൻസിലെ അതിന് മുമ്പത്തെ ചരിത്രം എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ ബിഗ് പാർട്ണർഷിപ്പിന്റെ ഒരു ചരിത്രമുണ്ട്. അതായത് അന്ന് രാഹുൽ ദ്രാവിഡും VVS ലക്ഷ്മണും ചേർന്നിട്ടുള്ള ആ ഒരു പാർട്ണർഷിപ്പ്, അതിനു മുമ്പ് അതിനും ഈ 1978 ദുലീപ് വെങ്സാർക്കറും അതുപോലെ തന്നെ സുനിൽ ഗവാസ്കറും ചേർന്നിട്ടുള്ളൊരു 344 ഒരു കൂട്ടുകെട്ട് ഇതേ ഈഡനിലാണ് പിറന്നത്. അതിനുശേഷം 2013 വെസ്റ്റ് ഇൻഡീസിനെതിരെ രവിചന്ദ്ര അശ്വിനും രോഹിത് ശർമ്മയും ചേർന്നിട്ടുള്ളൊരു പാർട്ണർഷിപ്പ് ഇതേപോലെ 280+ പാർട്ണർഷിപ്പ് ഇതേ ഈഡൻ ഗാർഡൻസിൽ നടന്നിട്ടുണ്ട്. അപ്പോൾ ഈഡനിലെ ആദ്യത്തെ പിങ്ക് മത്സരം നടന്നതും അതെ ഈഡൻ ഗാർഡൻസ്. അപ്പോൾ അത്രയും ചരിത്രമുള്ളൊരു, അതായത് ഈഡൻ ഗാർഡൻസ് ഈ ക്രിക്കറ്റിന്റെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച പിച്ചുകളിൽ ഒന്നാണ് ഈഡൻ ഗാർഡൻസ്. അപ്പോൾ ഈഡൻ ഗാർഡൻസിലെ ചരിത്രം നോക്കുമ്പോൾ ഇന്ത്യക്ക് അനുകൂലമാണ്. പിന്നെ ഉള്ളത് സൗത്ത് ആഫ്രിക്ക എന്ന് പറയുമ്പോൾ സൗത്ത് ആഫ്രിക്ക ഈ കഴിഞ്ഞ 15 വർഷമായിട്ട് ഇന്ത്യയെ തോൽപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. അപ്പം അങ്ങനെ ഒരു ചരിത്രം മുഴുവനും ഇന്ത്യക്ക് അനുകൂലമാണ്. പക്ഷേ നമുക്കറിയാം കഴിഞ്ഞ ഈ വേൾഡ് ടെസ്റ്റ് സീരീസ് ഫൈനലിലടക്കം ഓസ്ട്രേലിയ ജയിക്കുമെന്നാണ് ഒരു 80% ആൾക്കാരും വിശ്വസിച്ചിരുന്നത്. പക്ഷേ അന്ന് ടെമ്പ ബാവുമ എന്ന ക്യാപ്റ്റന്റെ കീഴിൽ സൗത്ത് ആഫ്രിക്ക ഒരു മികച്ച വിജയമാണ് കാഴ്ചവെച്ചത്. പിന്നെ ഓസ്ട്രേലിയ ഹേസൽവുഡും കമ്മിൻസും എല്ലാ പേസ് ബോളിംഗ് ഒക്കെ അണിനിരന്ന ഓസ്ട്രേലിയയെ അവർ തകർത്തു, കിരീടം നേടി എന്ന് പറയുമ്പോൾ അവരുടെ ഒരു പോരാട്ട വീര്യത്തെ നമ്മൾ എപ്പോഴും അഭിനന്ദിച്ചേ മതിയാവുള്ളൂ. കാരണം മാത്രമല്ല ഏറ്റവും ടെമ്പ ബാവു എന്നുള്ള ക്യാപ്റ്റൻ അവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ബോണസാണ്. കാരണം അദ്ദേഹത്തെ പിന്നെ പല രീതിയിൽ അധിക്ഷേപത്തിന് വിധേയനായ ഒരു മനുഷ്യനാണ്. എനിക്കിപ്പോഴും ഓർമ്മ 2023 ലോകകപ്പിന്റെ സമയത്ത് ക്യാപ്റ്റന്മാരൊക്കെ അണിനിരുന്ന സമയത്ത് ഇദ്ദേഹം ഉറങ്ങുകയാണ് എന്ന് പറഞ്ഞിട്ടുള്ള, അതായത് ശ്രീലങ്കയുടെ ക്യാപ്റ്റന്റെയും പിന്നെ ന്യൂസിലാൻഡ് ക്യാപ്റ്റന്റെയും നടുക്കായിരുന്നു പുള്ളി ഇരുന്നിരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ ആംഗിളിൽ, ഒരു ഫോട്ടോ ആംഗിളിൽ പുള്ളി ഇങ്ങനെ ഇരിക്കുന്നതിന്റെ ആ ഒരു ഫോട്ടോ വെച്ചിട്ട് പുള്ളിയെ ഒരുപാട് ട്രോളിയിരുന്നു. പക്ഷെ റിസർവേഷന്റെ പേരിലാണ്, റിസർവേഷൻ കോട്ടയാണ്, അത്രയും അധിക്ഷേപങ്ങൾക്കിരയായ ഈ മനുഷ്യനാണ് സൗത്ത് ആഫ്രിക്കക്ക് ഇതുവരെ സാധിക്കാത്ത, അതായത് സൗത്ത് ആഫ്രിക്കയുടെ ഒരു ക്രിക്കറ്റ് കരിയർ എന്ന് പറയുമ്പോൾ അങ്ങ് കെപ്ലർ വെസൽസ് തൊട്ട് തുടങ്ങുകയാണ്. കെപ്ലർ വെസൽസ് ക്യാപ്റ്റനായ സമയത്ത് സൗത്ത് ആഫ്രിക്കക്ക് ഒരു കിരീടം നേടാൻ സാധിച്ചിട്ടില്ല. ഹാൻസി ക്രോണെ ക്യാപ്റ്റനായ സമയത്ത് സൗത്ത് ആഫ്രിക്കക്ക് ഒരു ICC കിരീടം നേടാൻ സാധിച്ചിട്ടില്ല. ദ ഗ്രേറ്റ് AB ഡിവിലിയേഴ്സ് ക്യാപ്റ്റനായ സമയത്ത് കഴിഞ്ഞിട്ടില്ല. ഷോൺ കൊളോക്ക് ക്യാപ്റ്റനായ സമയത്ത് കഴിഞ്ഞിട്ടില്ല. പിന്നെ ഫാഫ് ഡുപ്ലസി ക്യാപ്റ്റനായ സമയത്ത് കഴിഞ്ഞിട്ടില്ല. ഇതൊന്നും കഴിയാത്ത ഗ്രെയിം സ്മിത്ത് എത്രയോ കാലം സൗത്ത് ആഫ്രിക്കയെ വേൾഡ് നമ്പർ 1 ടെസ്റ്റ് ടീമാക്കി മാറ്റിയിരുന്നൊരു ക്യാപ്റ്റനാണ്. എന്നിട്ട് പോലും കഴിയാത്തൊരു വലിയൊരു അച്ചീവ്മെന്റ് ഈ മനുഷ്യന്, അതായത് അദ്ദേഹത്തിന്റെ ക്യാപ്റ്റൻസി റെക്കോർഡും ഏറ്റവും 10 മത്സരങ്ങൾ അദ്ദേഹം ക്യാപ്റ്റനായപ്പോൾ 9 മത്സരങ്ങളിലും സൗത്ത് ആഫ്രിക്ക തോറ്റിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. അപ്പം അത്രയും മികച്ചൊരു ക്യാപ്റ്റൻസി സ്കില്ല് എന്ന് പറയുന്നത്, ഇപ്പം മുമ്പൊരിക്കൽ ഹർഷ ബോഗ്ലെ പറഞ്ഞിട്ടുണ്ട്, ധോണിയെ കുറിച്ച് പറഞ്ഞതാണ്. അതായത് ഒരു നല്ല ക്യാപ്റ്റൻ 2 കളിക്കാരുടെ ഫലം ഇതിന് ചെയ്യുന്നു എന്നുള്ളത്. അപ്പം ടെമ്പ ബാവുമ അത്രയും അധിക്ഷേപത്തിനിരയായ ഈ മനുഷ്യൻ അവരെ വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിച്ചു എന്നുള്ളൊരു ചരിത്രം എടുത്ത് നോക്കുമ്പോൾ അവർ ഇന്ത്യയിൽ വന്ന് കളിക്കുമ്പോൾ അത് തീർച്ചയായിട്ടും വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു സീരീസ് തന്നെയാണ്. സൗത്ത് ആഫ്രിക്ക പിന്നെ ഇപ്പോൾ ന്യൂസിലാൻഡ് ഇന്ത്യയെ തോൽപ്പിച്ചിട്ടുണ്ട്. 37 വർഷത്തിന് ശേഷം ന്യൂസിലാൻഡ് ഇന്ത്യയെ തോൽപ്പിച്ച ഒരു സമീപകാല ചരിത്രം സൗത്ത് ആഫ്രിക്കക്ക് മുന്നിലുണ്ട്. വൈറ്റ് വാഷ് ആണ്. ഇന്ത്യയിൽ വന്ന് ഇന്ത്യയെ വൈറ്റ് വാഷ് ചെയ്തിട്ട് ന്യൂസിലാൻഡിന് സാധിക്കുമെങ്കിൽ
സൗത്ത് ആഫ്രിക്കക്ക് എന്തുകൊണ്ട് ആയിക്കൂടാ എന്നുള്ള അല്ല ചോദ്യം അതുകൊണ്ട് ഇന്ത്യ അത്രയും ഹൈലി അലേർട്ട് കൂടിയായിരിക്കും. ഹൈലി കാരണം, അലേർട്ട് ആയിരിക്കും. കുറച്ച് നിസ്സാരവൽക്കരിച്ചിട്ട് പക്ഷെ അങ്ങനെ ഒരു കഥ അങ്ങനെ സമീപകാലത്ത് നടന്ന ഇങ്ങനെ ഒരു ചരിത്രം സൗത്ത് ആഫ്രിക്കയെ സംബന്ധിച്ചിടത്തോളം ഒരു ബോണസാണ്. പ്രത്യേകിച്ചും ന്യൂസിലാൻഡ് ക്യാപ്റ്റനേക്കാൾ മികച്ച ക്യാപ്റ്റനാണ് ടെമ്പ ബാവുമെന്ന് നമുക്ക് ടെസ്റ്റിൽ പറയേണ്ടി വരും. പിന്നെ അതിലുള്ളതിനേക്കാൾ മികച്ച സ്പിന്നർമാർ കേശവ് മഹാരാജ് അടക്കമുള്ള സ്പിന്നേഴ്സ് ഉണ്ട്. പിന്നെ നല്ല ബാറ്റ്സ്മാൻ എയ്ഡൻ മാർക്രമിനെ പോലുള്ള നല്ല ബാറ്റർമാരുണ്ട്. ഡെവാൽ ബ്രവിസിനെ അവർ ടെസ്റ്റ് ടീമിൽ ഉൾപ്പെടുത്തി എന്നുള്ളത് ശരിക്കും ഒരു വിപ്ലവം തന്നെയാണ്. കാരണം ഒരു T20 ബാറ്റ്സ്മാനായി അല്ലെങ്കിൽ ഒരു ലിമിറ്റഡ് ഓവർ ബാറ്റ്സ്മാനായി ഒതുങ്ങേണ്ടിയിരുന്ന ഒരു മനുഷ്യനെ അവർ ശരിക്കും AB ഡിവിലിയേഴ്സിനെ വളർത്തിയതുപോലെ തന്നെ ഇദ്ദേഹത്തെയും വളർത്താനുള്ളൊരു ശ്രമമാണെന്നുള്ള ഒരു സൂചനയാണ് നമുക്ക് കാണുന്നത്. ഇന്ത്യ സൗത്ത് ആഫ്രിക്ക മത്സരം എന്ന് പറയുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന ഒരു മത്സരം ഒരു ബ്ലോക്കത്തോൺ ഇന്നിങ്സ് ആണ്. അതായത് സൗത്ത് ആഫ്രിക്ക തോൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യയിൽ വെച്ച് മുട്ടിയിട്ട് മറ്റേ AB ഡിവിലിയേഴ്സും ഹാഷിം അംലയും കൂടിയിട്ട് ഏതാണ്ട് 1.5 ദിവസത്തോളം മുട്ടിയിട്ട് കുറേ പന്തുകളുണ്ട്. അന്ന് AB ഡിവിലിയേഴ്സ് 297 പന്തുകളിൽ 34 റൺസ് എടുക്കുന്നു. ഹാഷിം അംല 230ഓളം പന്തുകൾ നേരിട്ട് പുള്ളിയും ഒരു 27 റൺസ് എടുക്കുന്നു. അത്രയും നേരം ഒരു ദിവസത്തോളം പിന്നെ ബോളർമാർ അതായത് 140 ഓവർ ഇരുവരും ചേർന്ന് മുട്ടിയിട്ടു. അതിലാകെ അവർ നേടിയത് 140 റൺസാണ്. 143 ഓവർ മുട്ടിയിട്ട് 143 റൺസ് മാത്രം എടുത്തൊരു ബ്ലോക്കത്തോൺ ഇന്നിങ്സ് സൗത്ത് ആഫ്രിക്കയെ സംബന്ധിച്ചിടത്തോളം കളി തോൽക്കാതിരിക്കാൻ വേണ്ടി ഒരു മുട്ടിയിട്ടൊരു ഇന്നിങ്സ് ഇപ്പോൾ ഓർമ്മ വരുന്നുണ്ട്. അപ്പം തീർച്ചയായിട്ടും ഒരു നല്ലൊരു ഫൈറ്റ് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ പിന്നെ ഈ വീരേന്ദർ സെവാഗിന്റെ 2ാം ട്രിപ്പിൾ സെഞ്ചുറി വരുന്നത് ഇന്ത്യൻ മണ്ണിൽ വെച്ചാണ് ദക്ഷിണാഫ്രിക്കെതിരാണ്. മുൾട്ടാനിലെ ട്രിപ്പിൾ സെഞ്ചുറിക്ക് ശേഷം പിന്നെ രണ്ടാമത് അദ്ദേഹം ടെസ്റ്റ് ക്രിക്കറ്റിൽ സെഞ്ചുറി അടിക്കുന്നത് ചെപ്പോക്കിൽ വെച്ചിട്ടാണ്. അന്ന് എതിരാളികൾ ദക്ഷിണാഫ്രിക്ക ആയിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഇന്ത്യൻ ക്രിക്കറ്റിൽ ഓർമ്മിക്കപ്പെടാൻ ദക്ഷിണാഫ്രിക്കത്തിലുള്ള മറ്റൊരു മത്സരം അങ്ങനെ ഉണ്ട് എന്നുള്ളതാണ്. ഇതിൽ 11-ലേക്കൊക്കെ വരുന്ന സമയത്ത് ഈ ധ്രുവ് ജുറേൽ പിന്നെ 11-ലേക്ക് വരുന്നുണ്ടല്ലോ. സ്വാഭാവികമായിട്ടും നമ്മൾ ഈ സമീപകാലത്ത് നമ്മൾ ഇറങ്ങിയ 11കളിൽ വലിയ മാറ്റങ്ങളൊന്നും കാണുന്നില്ല. ഓപ്പണിങ്ങിൽ രാഹുലും ജയ്സ്വാളും തന്നെയായിരിക്കും. വൺ സായി സുദർശനെ സംബന്ധിച്ചിടത്തോളം ഇത് ചിലപ്പോൾ അദ്ദേഹത്തിന്റെ വളരെ ക്രൂഷ്യലായ, കാരണം നമ്മൾ അവസരങ്ങൾ അത്രയും കിട്ടിയിട്ടും അത് മുതലാക്കാൻ കഴിഞ്ഞിട്ടില്ല സായി സുദർശൻ. അതെ കരുൺ നായരൊക്കെ പിന്നെ ആക്സ് ചെയ്യപ്പെട്ടല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും സായി സുദർശൻ വെസ്റ്റ് ഇൻഡീസിനെതിരെയാണ് അദ്ദേഹം കുറച്ചുകൂടി പിന്നെ നന്നായി കളിച്ചു എന്ന് തോന്നുന്നു. പക്ഷേ ഇംഗ്ലീഷ് സീരീസിൽ അദ്ദേഹം പരാജയമായിരുന്നു അന്ന് പക്ഷേ അതൊരു ഇംഗ്ലീഷ് സീരീസിൽ രണ്ടുപേരും ഏതാണ്ട് കരുൺ നായരും ഏതാണ്ട് സെയിം അതെ അന്നൊരു 6 സെഞ്ചുറിയോ മറ്റാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ സായി സുദർശൻ തന്നെയായിരിക്കും 1 ഡൗൺ ആയിട്ട് വരിക. പിന്നെ സ്വാഭാവികമായിട്ടും 4th പൊസിഷനിൽ വിരാട് കോഹ്ലി നമ്മൾ റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞു. വിരാട് കോഹ്ലിക്ക് പകരം നമ്മൾ ശുഭ്മാൻ ഗില്ലിനെ 5th പൊസിഷനിൽ സ്വാഭാവികമായിട്ടും പന്ത് പരിക്കുമാറി തിരിച്ചു വരുന്നു. ഇംഗ്ലീഷ് സീരീസിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അദ്ദേഹം ഒരു ഒറ്റക്കാലിലൊക്കെ നിന്നിട്ട് അദ്ദേഹത്തിന്റെ ഒരു ഇന്നിങ്സ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതെ പിന്നെ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു മാസ് കംബാക്ക് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ചുറയിൽ വരും. പിന്നെ ജഡേജയും വാഷിംഗ്ടൺ സുന്ദറായിരിക്കും പിന്നെ വരിക. സിറാജ്, കുൽദീപ് യാദവ്, ജസ്പ്രീത് ബുംറ സ്വാഭാവികമായിട്ടും ഈ 11 തന്നെയായിരിക്കും പോവുക എന്ന് എനിക്ക് തോന്നുന്നു. ഉറപ്പായിട്ടും എന്തെങ്കിലും ഒരു നേരത്തെ ജേഷ് പറഞ്ഞ പോലെ മൂന്ന് വിക്കറ്റ് കീപ്പേഴ്സിനെ വെച്ചിട്ട് ഇന്ത്യ ഒരു പരീക്ഷണമല്ല ശരിക്കും ഏൺ ചെയ്തിട്ട് കിട്ടുന്ന ഒരു പൊസിഷൻ ഉണ്ടല്ലോ. ധ്രുവ് ജുറേൽ നമ്മൾ കഴിഞ്ഞ സീരീസിലൊക്കെ പരീക്ഷിച്ചു. ധ്രുവ് ജുറേലിക്ക് വിക്കറ്റ് കീപ്പറായിട്ട് നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചു. അതിന്റെ ഒരു സെഞ്ചുറി അടിച്ചു. ബാറ്റ്സ്മാൻ എന്നുള്ള നിലക്കാണ് അദ്ദേഹം ഇതിനകത്ത്. അദ്ദേഹം ബാറ്റ്സ്മാൻ, അതായത് പന്ത് വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവസരം പോകേണ്ടതാണ്. KL രാഹുൽ അവിടെ ഓപ്പണിംഗ് സ്ലോട്ടിൽ ഫിക്സഡ് ആണ്. അപ്പൊ പക്ഷേ ഞാൻ ബാറ്ററായിട്ട് തന്നെ പരിഗണിക്കണം എന്ന് പെർഫോമൻസ് കൊണ്ട് തെളിയിച്ചു. അതായത് സെഞ്ചുറി അടിച്ചു. ഈ സൗത്ത് ആഫ്രിക്ക ടീമിനെതിരായ സന്നാ മത്സരത്തില് 2 ഇന്നിംഗ്സിലും സെഞ്ചുറി അടിച്ചപ്പോൾ ബാറ്ററായിട്ട് നിങ്ങൾ എന്നെ ടീമിൽ ഉൾപ്പെടുത്തിയ മതിയാകുമെന്നുള്ള കൃത്യമായ ഒരു പ്രസ്താവന. കിട്ടിയ അവസരങ്ങൾ കൃത്യമായി തന്നെ മുതലാക്കി. ഇത് പലർക്കും ഒരു പാഠമാണ് എന്താ കുത്തി പറയുന്നുണ്ട് MSK. അപ്പൊ ഇനി ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രവചനത്തിന് മുതിരുന്നുണ്ടോ? പ്രവചനത്തിന് ഇന്ത്യയിൽ വെച്ചുള്ള മത്സരമാണ്. പക്ഷേ ഇതൊരു നല്ല ഫൈറ്റ് ഉണ്ടാവും. പക്ഷേ ഇന്ത്യ ജയിക്കാനാണ് ഒരു 70% ഇന്ത്യ ജയിക്കാനാണ് സാധ്യത. കാരണം ഒരു സ്പിന്നേഴ്സ് നോക്കുമ്പോൾ ഇന്ത്യയാണ് കുറച്ചുകൂടി ക്വാളിറ്റി. 3 സ്പിന്നേഴ്സ് ഉണ്ട്. 3ഉം അത്യാവശ്യം നല്ല സ്പിന്നേഴ്സാണ്. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഹാരിസ് പറഞ്ഞ പോലെ ഇതൊരു ശുഭ്മാൻ ഗില്ലിൻ്റെ ഒരു പുതിയ എറയുടെ ഒരു തുടർച്ചയാണ്. ഇംഗ്ലണ്ടിലും മറ്റ് വെസ്റ്റ് ഇൻഡീസിനെതിരെയുള്ള ടെസ്റ്റിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇന്ത്യൻ മണ്ണിലാണ് ഒരു 60 to 70% ഇന്ത്യ വിൽ വിൻ. അങ്ങനെ തന്നെയാണ്. പക്ഷേ എനിക്ക് എപ്പോഴും തോന്നുന്നു പ്രവചനാതീതമാണ് ഈ മത്സരം എന്നുള്ളത്. കാരണം കേശവ് മഹാരാജ് എങ്ങനെ ഡെലിവർ ചെയ്യും എന്നുള്ളതായിരിക്കും ചിലപ്പോൾ ഈ മത്സരത്തിന്റെ വിധി നിർണ്ണയിക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. ചിലപ്പോൾ നമ്മുടെ 3 സ്പിന്നർമാരുണ്ടായേക്കാം, പക്ഷേ അവരിൽ ഒരാൾ അദ്ദേഹം ഡെലിവർ ചെയ്യും. കാരണം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കൂടുതൽ ഓവർലോഡ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഈ സീരീസിൽ. പ്രത്യേകിച്ച് ആദ്യത്തെ മത്സരത്തിൽ അദ്ദേഹത്തിന് നല്ല ഓവർലോഡ് ഉണ്ടാവാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. എനിക്കും 50-50 പോസിബിലിറ്റിയാണ് ഞാൻ കാണുന്നത്. എന്തായാലും 5 ദിവസം എല്ലാ സെഷനുകളും നിൽക്കണം. ടൈറ്റ് മാച്ച് തന്നെ ആയിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 5 ദിവസം ഉണ്ടാവണം, ഫുൾ സെഷനും ഉണ്ടാവണം തന്നെയാണ് ആഗ്രഹം. പിന്നെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ മത്സരത്തിന്റെ എല്ലാ ടിക്കറ്റുകളും വിറ്റുപോയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ കഴിഞ്ഞപ്പോൾ വെസ്റ്റ് ഇൻഡീസിനെതിരെയൊക്കെ വളരെ കുറഞ്ഞ 2000 താഴെ കാണികളൊക്കെ വന്ന മത്സരങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്.
വിരാടിന്റെയും രോഹിത്തിന്റെയും ഒക്കെ ഒരു പിന്മാറ്റത്തിന് ശേഷമുള്ളൊരു പ്രശ്നമായിട്ട് വലിയ അതൊരു വലിയൊരു രീതിയിൽ സൈനാണ്. കണ്ടിരുന്നു. കാരണം ഒരു ടെസ്റ്റ് മത്സരത്തിന്റെ ടിക്കറ്റുകളൊക്കെ വിറ്റുപോയി അതെ. എന്ന് പറയുമ്പോൾ അതൊരു വലിയൊരു സൈനാണ്. കാരണം ആളുകൾ അത്രയും ആകാംക്ഷയോടെയാണ് ഈ ഈ സീരീസിനെ സീരീസിനെ കാണുന്നത് എന്നുള്ളത് ഒരു വലിയ നിറഞ്ഞ കാണികൾക്ക് മുമ്പിൽ ടെസ്റ്റ് മത്സരം കാണുമ്പോൾ ഒരു സന്തോഷം വേറെ തന്നെയാണ്. ഓക്കെ. എന്തായാലും ടൈറ്റ് മാച്ച് ആയിരിക്കും, നമുക്ക് പ്രതീക്ഷിക്കാം. ടാക്ടിക്സ് അവസാനിക്കുകയാണ്. പ്രിയ പ്രേക്ഷകർക്ക് നമസ്കാരം.